ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിക്കാതെയുള്ള തമിഴ്നാടിൻ്റെ ഒരു നീക്കം നടക്കുകയാണ് ഇപ്പോൾ. ഇത് തമിഴ്നാടിന് തന്നെ തിരിച്ചടിയാവില്ലേ? അല്ല, തമിഴ്നാട് തിരിച്ചടിയാണോ എന്നത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ സ്റ്റാലിൻ കാണിക്കുന്ന സ്വന്തം അച്ഛനെ മറക്കുന്ന നിലപാടുകളാണ്. കാരണം അണ്ണാമലൈ തമിഴ്നാട് BJP അധ്യക്ഷൻ പറഞ്ഞു, എടോ സ്റ്റാലിൻ, ഇത് തൻ്റെ അപ്പൻ അംഗീകരിച്ചതാണോ എന്ന് പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞതല്ല, അപ്പൻ എന്ന് പറയുന്നത് പിതാവ്. കാരണം സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നല്ലോ, DMKയുടെ അനിഷേധ്യനായ നേതാവായിരുന്നു. 2010 ഈ പറയുന്ന പോലെ ഇന്ത്യൻ രൂപയ്ക്ക് INR-ന് ഇങ്ങനെ രു എന്ന് വായിക്കുന്ന ഒരു ചിഹ്നം വന്നു. അത് ഗ്ലോബലി ഇപ്പോൾ അംഗീകരിക്കും. ലോകം മുഴുവൻ ഇന്ത്യൻ കറൻസിയുടെ ഡോളറിൻ്റെ ചിഹ്നം പോലെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് 2010 ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചത്. 2010 ഇന്ത്യ ഭരിക്കുന്ന ആരെന്നറിയോ? UPA സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കൂടെയുള്ള മന്ത്രിസഭയിൽ DMK ഉണ്ടായിരുന്നു. അന്ന് തമിഴ്നാട് ഭരിക്കുന്നത് DMK ആണ്, കരുണാനിധിയാണ്, സ്റ്റാലിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ സർക്കാർ DMK പാർട്ടി കൂടി അംഗീകരിച്ച് അവർക്ക് ഭരണ പങ്കാളിത്തമുള്ളപ്പോൾ കൊണ്ടുവന്ന ചിഹ്നമാണ്. സംശയമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട്? DMK-ക്കുണ്ട്. ഒന്ന്. രണ്ടാമത് ഉണ്ടാക്കിയത്, ഇത് ഡിസൈൻ ചെയ്ത് ആരാന്നറിയാമോ? IIT-യിലെ പ്രൊഫസറായിരുന്ന D. ഉദയകുമാർ, ഡോക്ടറാണ്, ഡോക്ടറേറ്റുള്ള എഞ്ചിനീയറാണ്. അദ്ദേഹം DMK-യുടെ MLA ആയിരുന്ന ധർമ്മലിംഗത്തിൻ്റെ മകനായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടർ ഉദയകുമാർ ഈ ചിഹ്നം ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ചിത്രവുമായി തൻ്റെ പിതാവിനെയും കൂട്ടി കരുണാനിധിയെ കാണാൻ ചെന്നു. കരുണാനിധി അപ്പോൾ എന്ത് ചെയ്തറിയോ? ഉദയകുമാറിനെ അടുത്തിരുത്തിയിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം ഡിസൈൻ ചെയ്തത് ലോകത്തിന് മുഴുവൻ കാണിക്കാൻ കരുണാനിധിയും ഉദയകുമാറും കൂടെ അത് പൊക്കിപ്പിടിച്ചു. അങ്ങനെ ഈ പറയുന്ന സ്റ്റാലിൻ്റെ അപ്പൻ അംഗീകരിച്ച ചിഹ്നത്തെയാണ് ഇപ്പോൾ സ്റ്റാലിൻ തള്ളി പറയുന്നത്. മനസ്സിലായി വിരോധാഭാസം? അതായത് സ്വന്തം സർക്കാർ തമിഴ്നാട്ടിലും കേന്ദ്രത്തിലും ഭരിക്കുന്നു, സ്വന്തം അച്ഛൻ ഈ ചിഹ്നത്തെ അംഗീകരിച്ചു. ഈ ചിഹ്നം ഉണ്ടാക്കിയത് സ്വന്തം പാർട്ടിയുടെ MLA-യുടെ മകൻ. അപ്പോൾ DMK-ക്ക് പൂർണ്ണമായും ഉത്തരവാദിത്തമുള്ള ധാർമ്മിക ബാധ്യതയുള്ള ഒരു ചിഹ്നമാണ് ഈ രൂപയുടെ ചിഹ്നം. അതിനെ ഇപ്പോൾ തള്ളി പറയുകയാണ്. അതാണ് അണ്ണാമലൈ പറഞ്ഞത്, തൻ്റെ അപ്പൻ അംഗീകരിച്ച് ആശീർവദിച്ച ചിഹ്നമാണ്. അത് ഒന്നാന്തരം മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സ്റ്റാലിൻ എടുക്കുന്ന ഇരട്ടത്താപ്പ്, കാപട്യം ഒക്കെയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ? ഈ പറഞ്ഞതുപോലെ തമിഴ് ഭാഷയാണ്, തമിഴ് ഭാഷയാണ്, മലയാളം ഭാഷയാണ്, എല്ലാ ഭാഷയാണ്. പക്ഷേ തമിഴ് മാത്രം പോരാ. നമ്മുടെ രാജ്യത്തൊരു ത്രിഭാഷാ പദ്ധതി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എല്ലാ നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഇന്ത്യ എന്നുള്ള ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കപ്പെടുമ്പോൾ തദ്ദേശീയമായ ഭാഷകളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ഭാഷകളുടെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ഭാഷയ്ക്കും പ്രാധാന്യമില്ല, ഒരു ഭാഷയ്ക്കും പ്രാധാന്യക്കുറവുമില്ല. എല്ലാ ഭാഷകളും തുല്യമായി പരിഗണിക്കപ്പെടുന്നു. പിന്നെ ഹിന്ദി എന്തുകൊണ്ട് ഒരു ദേശീയ ഭാഷ പോലെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ് ഇന്ത്യയെ പൊതുവിൽ കൂട്ടിയിണക്കാൻ പറ്റുന്നൊരു ഭാഷ. അപ്പം സ്റ്റാലിൻ്റെ തിയറി അനുസരിച്ച് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും ഭാഷയുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ ചെന്ന രാജസ്ഥാനിയുണ്ട്, ഒഡിയയിൽ ചെന്ന ഒഡിയയുണ്ട്, ബംഗാളിൽ ചെന്ന ബംഗാളിയുണ്ട്, അല്ലേ, ഭോജ്പുരി ഉണ്ട്. ഇങ്ങനെ പല ഭാഷകളുണ്ട്. പക്ഷെ അവരൊക്കെ എന്തെന്നറിയോ? ബംഗാളികളുടെ വീട്ടിൽ ബംഗാളി സംസാരിക്കും, ഭോജ്പുരി സംസാരിക്കും, രാജസ്ഥാനിലെ ഭാഷ സംസാരിക്കും. പക്ഷെ പുറത്തിറങ്ങിയ ആളുകളായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ഒരു പൊതുഭാഷ എന്നതിൽ ഹിന്ദി ഉപയോഗിക്കും. ഇപ്പോൾ തമിഴനായ ഒരാൾക്ക് ബോംബെയിലോ, അതായത് മഹാരാഷ്ട്രയിലോ, രാജസ്ഥാനിലോ, ഡൽഹിയിലോ പോയി ജോലി കിട്ടണമെങ്കിൽ ഏത് ഭാഷയാണ്? തമിഴാണോ ഹിന്ദിയാണോ ഏറ്റവും കൂടുതൽ സഹായിക്കുക? ഹിന്ദിയാണ്. അപ്പം പുതിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി രാജ്യത്തെ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ഭാഷ പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ഇനിയിപ്പോൾ എന്താ? ഇപ്പോൾ പ്രധാന പ്രശ്നം എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് തമിഴ്നാട്ടിൽ നടപ്പാക്കണം. നടപ്പാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് കൊടുക്കും. കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയാണ് NEP നടപ്പാക്കിയാൽ കൊടുക്കുന്നത്. കേരളത്തിൽ സ്റ്റാലിനേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റാണല്ലോ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അപ്പം ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ആ പാറ്റേൺ അംഗീകരിച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഒരേ സിലബസ് ആയിരിക്കും. ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടി അവർ ഒരേ തരത്തിൽ ട്രെയിൻ ചെയ്തവരായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു ദേശീയ പരീക്ഷ UPSCയുടെ പരീക്ഷ അടക്കമാണ്. ഇന്ത്യയിൽ തമിഴ്നാട് ഒഴികെ എല്ലാ വിദ്യാർത്ഥികളും
പഠിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഔറംഗസീബിനെ കുറിച്ചുള്ള പാഠം ഇല്ലെന്നിരിക്കട്ടെ, തമിഴ്നാടിൻ്റെ സിലബസിലുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഔറംഗസീബിന് പകരം സംഭാജിയുടെ കഥയാണ്, സംഭാജിയുടെ ചരിത്രമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. പക്ഷേ തമിഴ്നാട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കത്തില്ല. പകരം ഞങ്ങൾ തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ നയം ഔറംഗസീബിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ കുട്ടി UPSC പരീക്ഷ എഴുതുന്നു, ചോദ്യം സംഭാജിയെക്കുറിച്ച് വന്നാൽ ബാക്കി എല്ലാ സംസ്ഥാനത്തെ കുട്ടികളും സംഭാജിയെക്കുറിച്ച് ഉത്തരം എഴുതും അല്ലേ? തമിഴ്നാടുകാരനോ? അവനറിയാൻ പറ്റില്ല, അവൻ ഔറംഗസീബിനെ അറിയാവുള്ളൂ. അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഫോളോ ചെയ്യാതിരുന്നാൽ ആ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെടും. ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രശ്നം എന്താ പറയുക? തമിഴ്നാട്ടിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഭയങ്കരമായിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിവാദം ഉണ്ടായിരിക്കുക. ആ വിവാദം എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ടാസ്മാക്ക് എന്ന് പറയും ചുരുക്കത്തിൽ. ടാസ്മാക്ക് എന്ന് പറഞ്ഞാൽ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം ഉയരുകയും ED സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ 1000 കോടിയുടെ ഇടപാടുകളുടെ രേഖ പിടിച്ചെടുത്തു. ഏതാണ്ട് 40,000 കോടി രൂപയുടെ അഴിമതി, 40,000 കോടി രൂപ ആലോചിക്കണം, അഴിമതി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപവുമായി ADMK അടക്കമുള്ള പ്രതിപക്ഷം വന്നിരിക്കുക. തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ. ഒന്നത്. പിന്നെ വലിയ തോതിൽ സർക്കാരിൻ്റെ ഭരണപരിഷ്കാരങ്ങളോട് ഭരണ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പുമുണ്ട്. ADMK ആണെങ്കിൽ ഇപ്പോൾ തെറ്റുപറ്റി ഇനി BJPയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പളനിസ്വാമി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ ഈ ഭാഷയുടെ പേരിൽ ജനങ്ങളെ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ നടത്തുന്ന ഒരു വൃത്തികെട്ട കളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഇപ്പോൾ മലയാളി പറയുകയാണ്, എനിക്ക് മലയാളം മാത്രം മതി, ഇനി ഞാൻ ഇംഗ്ലീഷ് പറയത്തില്ല, ഹിന്ദി പറയത്തില്ല, അവരോടാരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ലോകം ഇന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ലോകത്തെല്ലാവരും പരസ്പരം ഇടപെടുന്നു. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയ തമിഴ്നാട്ടിലെ പല നഗരങ്ങളിലും ഹോട്ടൽ തൊഴിലാളികൾ ഉൾപ്പെടെ വൻപൻ വ്യവസായികൾ ഉൾപ്പെടെ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. നമ്മുടെ കേരളത്തിലുള്ളതുപോലെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലുമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഹിന്ദി മാത്രം മതി എന്ന് പറയുന്നത് സ്റ്റാലിൻ എടുക്കുന്ന ഒരു മുട്ടാപ്പോക്ക് നയമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇന്ത്യൻ കറൻസി ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് സ്റ്റാലിന് പറയാൻ പറ്റുമോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തമിഴ് എഴുതിയിട്ടില്ല, ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ. വലിയ ഇഷ്ടം അല്ലേ? നോട്ടെടുത്ത് നോക്കൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ രൂപ തമിഴ്നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇയാൾ നോട്ടടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് ഈ ചിത്രമുള്ള ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്ന ഇന്ത്യൻ കറൻസി ഉപയോഗിക്കേണ്ടി വരും. കറൻസിയിൽ ചിഹ്നം ഉപയോഗിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വല്ലാത്തൊരു ഇരട്ടത്താപ്പാണ്. അപ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ. പിന്നെ ഇതിൻ്റെ ഒരു അപകടം എന്നറിയോ? നമ്മൾ ഹിന്ദി വേണ്ട, നമ്മൾ തമിഴന്മാരാണ്, തമിഴന്മാർക്ക് വേറെ ഒരു സത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ശരിക്കും നമ്മുടെ ദേശീയ വികാരത്തിനെതിരായി തമിഴ് എന്തോ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഘടനവാദത്തിൻ്റെക്ക് പോകാനുള്ള സാധ്യത വളരെ എളുപ്പമാണ്. അപ്പോൾ സ്റ്റാലിൻ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഒരു ദൂരവ്യാപകമായ ഫലം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. ഏതായാലും സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ അയാളുടെ മകൻ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും കൂടെ ഹിന്ദുക്കൾക്കും രാജ്യത്തിനും എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണം, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഭാര്യ ഈ ചെക്കൻ്റെ തള്ള പക്ഷേ ചെയ്യുന്നത് എന്താണ്? ഗുരുവായൂരപ്പന് സ്വർണ്ണകിരീടം കൊടുക്കുന്നു. ഈ അപ്പനും മകനും കൂടി നാട് നീളെ ഹിന്ദുക്കളെയും ഹിന്ദു ദേവീ ദേവന്മാരെയും ആക്ഷേപിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ സ്റ്റാലിൻ്റെ ഭാര്യ ഉദയനിധി സ്റ്റാലിൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച മൂകാംബികയെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ്. സ്വന്തം വീട്ടിലുള്ള അമ്മയെ, ഭാര്യയെ സനാതനധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത, അത് നശിപ്പിക്കേണ്ടതാണ് എന്നുള്ള തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കളെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ആദ്യം സ്വന്തം അമ്മയെ കൂടി നശിപ്പിക്കേണ്ടി വരും. കാരണം അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല.
അത് ഉദയനിധി സ്റ്റാലിൻ മനസ്സിലാക്കേണ്ടതുണ്ട്. വിഘടിപ്പിച്ച് ഏകാധിപത്യം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഏകാധിപത്യം എന്ന് പറയാൻ പറ്റുമോ? ഏകാധിപത്യമല്ല, അവരുടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതായാലും തമിഴ്നാട് ഇപ്പോൾ കളിക്കുന്നത്, സ്റ്റാലിൻ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പരിപാടിയാണ്. അതിൻ്റെ റിസൾട്ട് വല്ലാതെ DMKയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും വേട്ടയാടുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.